Hello everyone, welcome to this video. So today we will discuss about increment and decrement operators. Okay, so already കുറച്ച് type of operators ആണ് നമ്മൾ പറഞ്ഞത്. ഇനിയുള്ളത് increment and decrement operator ആണ്. Okay, so increment operator ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ plus ആണ്. So increment എന്ന് പറഞ്ഞാൽ simply it means to add by 1. ഒരു വാല്യൂ അത് ഒന്ന് ഇൻക്രീസ് ചെയ്യുക, അതാണ് എന്ത് increment കൊണ്ട് ഉദ്ദേശിക്കുന്നത്. decrement എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സിമ്പൽ മൈനസ് മൈനസ് ആണ്. ഇത് ഒരു മൈനസ് അല്ല, മൈനസ് മൈനസ് ആണ്. ഇനി അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഡിക്രീസ് ചെയ്യുക, ഒന്നെന്ത് ചെയ്യുക, കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് പിയുടെ വാല്യൂ 6 ആണ്, ക്യൂവിൻ്റെ വാല്യൂ പിയുടെ വാല്യൂ 5ഉം ക്യൂവിൻ്റെ വാല്യൂ 6ഉം ആണെങ്കിൽ ദെൻ നമ്മളിങ്ങനെ പി പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിയിൽ എന്ത് ചെയ്യും? ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് എത്രയാക്കി മാറ്റും? 6 ആക്കിയിട്ട് മാറ്റും. അതാണെന്ത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ. അതുപോലെ തന്നെ വേറൊന്ന്, നമ്മൾ ക്യൂവിൻ്റെ വാല്യൂ 6 ആണ്, അപ്പോൾ നമ്മൾ ക്യൂ മൈനസ് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 6 എന്നുള്ള വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ട് എത്രയാക്കി മാറ്റും? 5 ആക്കി മാറ്റും. ഇതാണെന്ത്? ഇതാണ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. ഓക്കെ, സോ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻക്രീസ് ചെയ്യുക, ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഒന്ന് ഒരു വാല്യൂ ഒന്ന് എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യുക. സോ ഈ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ടും ഒരുമിച്ചാണ് പഠിക്കുക. സോ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഈ ഓപ്പറേറ്റേഴ്സ് എന്ത് ഓപ്പറേറ്ററാണ്? യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ദേ ആർ കോൾഡ് യൂണറി ഓപ്പറേറ്റർ. സോ ഐ വിൽ ടെൽ വാട്ട് ഈസ് യൂണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ ഈസ് ആൻ ഓപ്പറേറ്റർ വിച്ച് നീഡ്സ് വൺ ഓപ്പറൻറ്റ് ഫോർ ഓപ്പറേഷൻ. അതായത് അതിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി, ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ ഓപ്പറൻറ്റ് മാത്രം മതിയെങ്കിൽ ആ ഒരു ഓപ്പറേറ്ററിനെയാണ് എന്ത് പറയുന്നത്? യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ ക്യൂ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് പ്ലസ് ആണെന്ത്? ഓപ്പറേറ്റർ. പ്ലസ് പ്ലസ് ആണ് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിന് ഓപ്പറൻ്റ് ആയിട്ട് എന്ത് മാത്രമേ വേണ്ടൂ? ഒരു ഓപ്പറൻറ്റ്. നമ്മൾ ഏതാ കൊടുക്കുന്നത്? ക്യൂ ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് എന്ത് പറയുക? യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുക. ദാറ്റ് ഈസ് ഇറ്റ് നീഡ്സ് ഓൺലി വൺ ഓപ്പറൻറ്റ് ഫോർ ഓപ്പറേഷൻ. ശരിക്കും ഓപ്പറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓപ്പറൻസ് നീഡഡ്. അതായത് ആ ഒരു ഓപ്പറേറ്ററിന് എത്ര ഓപ്പറൻസ് വേണം, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതായത് ഓരോ ഓപ്പറേറ്ററിനും എത്ര ഓപ്പറൻസ് വേണം എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പറേറ്റേഴ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ ആൻഡ് ടെർണറി ഓപ്പറേറ്റർ. അതായത് നമ്മൾ ഓപ്പറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട് അല്ലേ? അരിത്തമാറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ. ഇതെന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. അതായത് അവർ ഏത് ടൈപ്പ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത്. ബട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഓപ്പറൻസ് നീഡഡ്. അതായത് ഓരോ ഓപ്പറേറ്ററിനും എത്ര ഓപ്പറൻസ് വേണം എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? യൂണറി, ബൈനറി ആൻഡ് ടെർണറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. സോ വി വിൽ സീ വാട്ട് ഇസ് യൂണറി. യൂണറി ഓപ്പറേറ്ററിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്. ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും എന്താണ്? യൂണറി ആണെന്ന് പറഞ്ഞു. അതിനുശേഷമുള്ളതാണ് ഒന്ന് യൂണറി പ്ലസ്, അതുപോലെ തന്നെ യൂണറി മൈനസ്. യൂണറി പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, +5 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് യൂണറി പ്ലസ്. അതുപോലെ തന്നെ -5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് യൂണറി മൈനസ്. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണ്? യൂണറി ഓപ്പറേറ്റർ ആണ് അല്ലേ? ഈ -5 +5, ഇവിടെ ഈ +5ൻ്റെ കേസ് അല്ലെങ്കിൽ -5ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മൈനസ് ആണ് നമ്മളെ ഓപ്പറേറ്റർ, 5 ആണ് നമ്മളെ ഓപ്പറൻറ്റ് അല്ലേ? സോ ഈ ഒരു മൈനസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് ഒരു സിംഗിൾ ഓപ്പറൻറ്റ് മതി. അതുകൊണ്ട് ഈ ഒരു യൂണറി മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ്? ദാറ്റ് ഈസ് എ യൂണറി ഓപ്പറേഷൻ ബിക്കോസ് അതിന് ഒരു ഓപ്പറൻറ്റ് മാത്രം മതി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഡു നോട്ട് കൺഫ്യൂസ്. യൂണറി എന്ന് പറഞ്ഞാൽ ഇറ്റ് നീഡ്സ് ഓൺലി വൺ ഓപ്പറൻറ്റ് ഫോർ ഓപ്പറേഷൻ. അപ്പോൾ എന്തായിരിക്കും ബൈനറി? ഇറ്റ് നീഡ്സ് 2 ഓപ്പറൻറ്റ് ഫോർ ഓപ്പറേഷൻ. അങ്ങനെയുള്ള ഓപ്പറേറ്ററിനെയാണ് എന്ത് പറയുക? ബൈനറി എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലേ? ഇവിടെ നമുക്ക് എത്ര ഓപ്പറൻസ് വേണം? ഹിയർ വി നീഡ് വാട്ട്? 2 ഓപ്പറൻസ്. ഈ പ്ലസിന് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും 2 ഓപ്പറൻസ് വേണം, എന്നാലേ അത് എഡിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ എഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇതൊക്കെ എന്താണ്? ദീസ് ആർ
ബൈനറി ഓപ്പറേറ്റേഴ്സ്. അതുപോലെ തന്നെ പി ലെസ് ദാൻ ക്യൂ ഒരു റിലേഷണൽ ഓപ്പറേറ്റർ എന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. ബിക്കോസ് ഇറ്റ് നീഡ്സ് വാട്ട്? 2 ഓപ്പറൻസ് ഫോർ ഓപ്പറേഷൻ. പിയും ക്യൂവും വേണം അല്ലേ? പി ലെസ് ദാൻ ക്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ലെസ് ദാൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് 2 ഓപ്പറൻസ് വേണം. സോ ദേ ആർ കൺസിഡേർഡ് ആസ് ബൈനറി. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ ഇതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇഫ് ഏജ് ലെസ് ദാൻ 50 ആൻഡ് സാലറി ലെസ് ദാൻ 1000 അല്ലേ? അപ്പോൾ അവിടെ ഏജ് ലെസ് ദാൻ 50 എന്ന് പറയുന്ന ഒരു ഓപ്പറൻറ്റ് വേണം. സാലറി ലെസ് ദാൻ 1000 എന്ന് പറയുന്ന വേറൊരു ഓപ്പറൻറ്റ് വേണം. ഈ 2 ഓപ്പറൻറ്റുമാണ് ആൻഡ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. സോ ആൻഡ് എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ എന്താണ്? It is a binary operator because it needs 2 operand for operation. Okay, so binary എന്ന് പറഞ്ഞാൽ 2 ഓപ്പറൻസ് ആവശ്യം വരുന്ന ഓപ്പറേറ്ററിനെയാണ് എന്ത് പറയുക? ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുക. ഇനി ഇതൊന്നും അല്ലാത്ത ഒരു കാറ്റഗറി ഉണ്ട്, ദാറ്റ് ഈസ് ടെർണറി ഓപ്പറേറ്റർ. ഇങ്ങനെയുള്ള ഒരു ഓപ്പറേറ്റർ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ടെർണറി ഓപ്പറേറ്ററിനെ പറ്റി പഠിക്കും. ടെർണറി ഓപ്പറേറ്റർ ഈസ് an operator which needs 3 operands for operation and an example for ternary operator is conditional operator. So conditional operator ആണ് ഒരു ടെർണറി ഓപ്പറേറ്ററിന് എക്സാമ്പിൾ. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ടെർണറി ഓപ്പറേറ്ററിനെ പറ്റി പഠിക്കും. ഓക്കെ, സോ ഈ ഒരു ഇതിൽ ഞാൻ പറഞ്ഞത് ഓപ്പറേറ്റേഴ്സിനെ ശരിക്കും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തിനെ ബേസ് ചെയ്തിട്ട്? നമ്പർ ഓഫ് ഓപ്പറൻസ്. അത് യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഓപ്പറൻസിനെ ബേസ് ചെയ്തിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. യൂണറി, ബൈനറി ആൻഡ് ടെർണറി. ഓക്കെ, സോ we will see again about increment and decrement. Increment എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഇൻക്രിമെന്റ് യൂണറി ആണെന്ന് പറഞ്ഞു. അപ്പോൾ യൂണറി, ബൈനറി, ടെർണറി പറഞ്ഞു. ഓക്കെ, സോ increment means to increase the value by 1 and decrement means to decrease the value by 1. Okay, so increment ആയാലും decrement ആയാലും അതിന് 2 ഫോം ഉണ്ട്. അല്ലെങ്കിൽ വീണ്ടും ഇൻക്രിമെന്റ് ഡിക്രിമെന്റിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് പ്രീഫിക്സ് ഫോം ഓർ പ്രീ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്, പോസ്റ്റ് ഫിക്സ് ഫോം ഓർ പോസ്റ്റ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്. അതായത് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റിനെ അഗെയിൻ വി ക്യാൻ ക്ലാസിഫൈ ഇൻടു 2. ദാറ്റ് ഈസ് പ്രീ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് അല്ലെങ്കിൽ പ്രീഫിക്സ് ഫോം എന്ന് പറയാം. രണ്ടാമത്തതാണ് പോസ്റ്റ് ഫിക്സ് ഫോം അല്ലെങ്കിൽ പോസ്റ്റ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ പ്രീഫിക്സ് ഫോം ഞാൻ ആദ്യം പറയാം. പ്രീഫിക്സ് ഫോം എന്ന് പറഞ്ഞാൽ പ്ലസ് എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? പ്രീഫിക്സ് ആണ്. അതുപോലെ തന്നെ -y എന്ന് കൊടുത്താൽ എന്താണ്? പ്രീഫിക്സ് ആണ്, അല്ലെങ്കിൽ പ്രീ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഫിക്സ് എന്താണെന്ന് പറഞ്ഞാൽ m++ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? പോസ്റ്റ് ഫിക്സ് ആണ്. y - എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? പോസ്റ്റ് ഫിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് പറയാം ദിസ് ഈസ് പ്രീ ഇൻക്രിമെന്റ്. ഇതെന്താണ്? ഇത് പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. ഇനി ഇതിനെ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് പ്രീ ഡിക്രിമെന്റ്. ഇതെന്താണ്? ദിസ് ഈസ് പോസ്റ്റ് ഡിക്രിമെന്റ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു സിമ്പൽ നമ്മൾ ഓപ്പറേറ്റർ എവിടെയാണുള്ളത്? ഓപ്പറേറ്റർ മുന്നിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രീ ഇൻക്രിമെന്റ് ആണ്. സോ ഇത് പ്രീ ഇൻക്രിമെന്റ് ആണ്. ഇതെന്താണ്? ഇത് പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. ഇത് പ്രീ ഡിക്രിമെന്റ് ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ഓപ്പറേറ്റർ നമ്മൾ ഓപ്പറൻറ്റിന് ശേഷമാണ് വരുന്നത്. m++ എന്ന് പറയുന്നത് ഓപ്പറൻറ്റിന് ശേഷമാണ് വരുന്നത്. അങ്ങനെ ശേഷം വന്നാൽ എന്താണ്? ദാറ്റ് ഈസ് പോസ്റ്റ് ഫിക്സ് ഫോം. അതെന്താണ്? പോസ്റ്റ് ഫിക്സ് ഫോം ആണ്. ദാറ്റ് ഈസ് m++. അപ്പോൾ m++ എന്ന് പറഞ്ഞാൽ അതെന്താണ്? പോസ്റ്റ് ഫിക്സ് ഫോം ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് പോസ്റ്റ് ഇൻക്രിമെന്റ്. ഇവിടെ ഇൻക്രിമെന്റ് ആണ്. ++ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഇത് പോസ്റ്റ് ഡിക്രിമെന്റ് ആണ്. മൈനസ് വരുന്നത് ഓപ്പറൻറ്റിന് ശേഷമാണ്. സോ ആദ്യം നമ്മുടെ ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ അത് പ്രീ ഫിക്സ് ആണ്. ഇനി ആദ്യം നമ്മളെ ഓപ്പറന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്? പോസ്റ്റ് ഫിക്സ് ആണ്. ഓക്കെ, സോ ഐ വിൽ എക്സ്പ്ലെയിൻ യു എന്താണ് ഈ പ്രീഫിക്സ് ഫോമും പോസ്റ്റ് ഫിക്സ് ഫോമും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ m = 5 ആണ്. സപ്പോസ് m എന്താണ്? 5 ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാണ്. y = ++m. yയിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് ++m ആണ്. അപ്പോൾ ഇവിടെ ++ ആദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫോം പ്രീ ഇൻക്രിമെന്റ് ആണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് എന്ത് ചെയ്യണം? ഇൻക്രിമെന്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ട് ഇൻക്രിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ എമ്മിന്റെ വാല്യൂ ഇപ്പോൾ 5 ആണ്. അത് എന്താക്കിയിട്ട് മാറ്റും? ഇൻക്രിമെന്റ് ചെയ്തിട്ട് എത്രയാക്കും? 6 ആക്കി മാറ്റും. എന്നിട്ട് 6 ആയിരിക്കും എന്ത് ചെയ്യുക? വൈയിലേക്ക് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? 6 ആയിരിക്കും. അതുപോലെ തന്നെ എമ്മിന്റെ വാല്യൂവും എത്രയായിട്ടുണ്ടാവും? 6 ആയിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് വൈൻ്റെ വാല്യൂ
എമ്മിൻ്റെ വാല്യൂ 5 തന്നെയാണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ ഈ ഒരു ഫോം എന്ന് പറയുന്നത് എം പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ പോസ്റ്റ് ഇൻക്രിമെൻറ്റിൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങോട്ട് യൂസ് ചെയ്യും, എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻക്രിമെൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ തുടക്കത്തിൽ എമ്മിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ ഈ 5 എന്ന് പറയുന്ന വാല്യൂ തന്നെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് 6 ആക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വൈയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ, ഈ ഒരു കേസിൽ വൈയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 5 ആയിരിക്കും. ബട്ട് എമ്മിൻ്റെ വാല്യൂ അതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് 6 ആക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് വാട്ട് ഈസ് ഇറ്റ്. അതായത് പ്രീ ഇൻക്രിമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യും, അതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബട്ട് പോസ്റ്റ് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യും, യൂസ് ആണ് ചെയ്യുക, അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻക്രിമെൻ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ വി ക്യാൻ ടേക്ക് അനദർ എക്സാമ്പിൾസ്. സോ പ്രീഫിക്സ് ഫോമിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ഫസ്റ്റ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ദെൻ ഇവാലുവേറ്റ് എന്നാണ്. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, പ്രീഫിക്സ് ഫോം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, അതിനെ ഇൻക്രിമെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യുക, ദെൻ ഇവാലുവേറ്റ്. ബട്ട് പോസ്റ്റ് ഫിക്സിൻ്റെ ഇതെങ്ങനെയാണ് പറയുന്നത്, ഫസ്റ്റ് ഇവാലുവേറ്റ് ആണ് ചെയ്യേണ്ടത്, ദെൻ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എന്നിൻ്റെ വാല്യൂ 3 ആണ്, ജെൻ്റെ വാല്യൂ 6 ആണ്. ഓക്കെ, സോ n പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള നിലവിലുള്ള വാല്യൂ 3 വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക, ഇത് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ 3, ഓക്കെ, 3 വെച്ചിട്ട് തന്നെയാണ്. n പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യൂല, ഇൻക്രിമെൻ്റ് ചെയ്യൂല, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുള്ളൂ, ഇൻക്രിമെൻ്റ് ചെയ്യുള്ളൂ, 3. അപ്പോൾ മൈനസ് ജെൻ്റെ വാല്യൂ 6 ആണ്, പ്ലസ് 10. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 3 മൈനസ് 6 എത്രയാ, 3 മൈനസ് 6 മൈനസ് 3 പ്ലസ് 7 മൈനസ് 3 പ്ലസ് 10 ദാറ്റ് ഈസ് വാട്ട്, പ്ലസ് 7 അല്ലേ. അപ്പോൾ ആ ഒരു പ്ലസ് 7 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ ഈ എമ്മിലേക്ക് സ്റ്റോർ ചെയ്യുക. സോ ഈ എമ്മിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, പ്ലസ് 7 ആയിരിക്കും. ഓക്കെ, so we can take another example. In this example, see, j is equal to 3. j ന്റെ വാല്യൂ 3 ആണ്, i ന്റെ വാല്യൂ 3 ആണ്, j ന്റെ വാല്യൂ 4 ആണ്. സോ i ന്റെ വാല്യൂ 3 ആയതുകൊണ്ട് ഇവിടെ i പ്ലസ് പ്ലസ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. i പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യൂല, ഇൻക്രിമെൻ്റ് ചെയ്യാതെ തന്നെ അവിടെ എന്ത് ചെയ്യും, യൂസ് ചെയ്യും, പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 3 തന്നെയാണ് യൂസ് ചെയ്യുക. പ്ലസ് മൈനസ് ജെ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീ ഡിക്രിമെൻ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഡിക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഇപ്പം ജെൻ്റെ വാല്യൂ എത്രയാണ്, 4 ആണ്. അത് ആദ്യം തന്നെ ഡിക്രിമെൻ്റ് ചെയ്തിട്ട് 3 ആയിട്ടാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സോ ഇവിടെ 3 ആണ് യൂസ് ചെയ്യുക, സ്റ്റാർ 10. ഓക്കെ, സോ ഇത് ഇവാലുവേറ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും, 3 പ്ലസ് 3 സ്റ്റാർ 10. അപ്പോൾ നമ്മൾ മാത്സിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുക അല്ലേ. അപ്പോൾ 3 പ്ലസ് 3 സ്റ്റാർ 10 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ മാത്സിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യാം. അപ്പം മൾട്ടിപ്ലിക്കേഷനാണ് പ്രയോറിറ്റി കൂടുതൽ. സോ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, 3 പ്ലസ് 30 നമുക്ക് കിട്ടുന്ന വാല്യൂ 33. അപ്പോൾ ഈ ഒരു 33 ആണ് നമുക്ക് കിട്ടിയത്. ആ 33നെ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, കെയിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കെയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 33 ആണ്. ഓക്കെ, സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രീഫിക്സും പോസ്റ്റ് ഫിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആദ്യം വന്നാൽ അത് പ്രീഫിക്സ് ആണ്. അത് ആദ്യം ഓപ്പറൻ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, പോസ്റ്റ് ഫിക്സ് ആണ്. അപ്പോൾ പ്രീഫിക്സ് ഫോമിന് ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യണം, പിന്നെയാണ് ഇവാലുവേറ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. ബട്ട് പോസ്റ്റ് ഫിക്സിൽ നമ്മൾ ആദ്യം തന്നെ ഇവാലുവേഷൻ ആണ് ചെയ്യേണ്ടത്, അതിനുശേഷമാണ് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പ്ലസ് അതുപോലെ തന്നെ മൈനസ് ഇതിനെയാണ് ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് യൂണറി ഓപ്പറേറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് പ്രീഫിക്സ് ഫോം ആൻഡ് പോസ്റ്റ് ഫിക്സ് ഫോം. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു.